ചിന്തകന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ ചിന്തകളുടെ ചരിത്രമാണ് എന്ന് 1844 ഹെഗലിന്റെ ബയോഗ്രാഫർ കാൾ റോസൻക്രാസ് പ്രസ്താവിച്ചു. എന്റെ ആത്മകഥ എന്റെ ചിന്തകളുടെയും മാനസിക വ്യാപാരങ്ങളുടെയും കഥയാണ്. അവയുടെ പ്രചോദന കേന്ദ്രമായി വർത്തിച്ച അനുഭവങ്ങളുടെ കഥയാണ്. അതിൽ തീർച്ചയായും വലിയൊരു പങ്ക് സ്വപ്നങ്ങൾക്കും സുഷുപ്തി ദർശനങ്ങൾക്കും സമാധി ദർശനങ്ങൾക്കും ഒക്കെ ഉണ്ടാവാതെ വയ്യ. അതുകൂടി ചേർന്നതാണല്ലോ ഒരു മനുഷ്യൻ. ആ യോഗദർശന ചരിത്രമാണ് പാഥേയത്തിൽ ഞാൻ വരച്ചു കാട്ടിയിട്ടുള്ളത്. എന്നാൽ യുക്തിയുടെയും ശാസ്ത്രബോധത്തിന്റെയും നിശ്ചിതമായ വിമർശനത്തിനും തർക്കത്തിനും വിധേയമാക്കിയിട്ടേ ഞാൻ അനുഭവ പാഠങ്ങളെപ്പോലും സ്വീകരിക്കാൻ എന്നും തയ്യാറായിട്ടുള്ളൂ. ഇപ്പോഴെന്നല്ല, കുട്ടിക്കാലത്തും ഞാൻ അങ്ങനെ അത് സ്വീകരിക്കാറുള്ളൂ. വെറുതെ എന്നിട്ട് എന്തെങ്കിലും വിശ്വസിക്കുക, അങ്ങനെയല്ല. അതിനെ ഒന്ന് വിശകലനം ചെയ്ത് ഒന്ന് വിമർശിച്ച് എടുക്കാമോ എന്ന് നല്ലോണം ആലോചിച്ച് തന്നെ അനുഭവ പാഠങ്ങളെപ്പോലും ഞാൻ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളൂ. സ്വതന്ത്രവും തുറന്ന മനസ്സോടെ സ്വയം നടത്തിയതുമായ ആ പരീക്ഷണങ്ങളുടെ ചരിത്രം എന്റെ ചിന്തകളുടെ ചരിത്രമായിട്ട് എന്റെ ഗ്രന്ഥങ്ങളിലാണ് ചിതറിക്കിടക്കുന്നത്. അപ്പൊ വാസ്തവം പറയുകയാണെങ്കിൽ എന്റെ ഗ്രന്ഥങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ചാലാണ് എന്റെ ആത്മകഥയാവുള്ളൂ. ആ പാഥേയം ഒന്നുകൊണ്ട് മാത്രം എന്റെ ആത്മകഥയാവുന്നില്ല എന്നുള്ളതാണ്. ചിന്തകന്റെ ചരിത്രം ചിന്തകളുടെ ചരിത്രമാണെങ്കിൽ ഒരു വ്യക്തിയുടെ ചരിത്രം, ഒരു വ്യക്തിയുടെ ആത്മകഥ ആ വ്യക്തിയുടെ ഗ്രന്ഥങ്ങളാണ്. അതാണ് എന്റെ ബോധിയുടെ ചരിത്രം. ബോധി ഉണർന്ന ചരിത്രം ആ ഗ്രന്ഥങ്ങളിലാണ് കിടക്കുന്നത്. യുക്തിയെയും യുക്തിയുടെ വിമർശനത്തിന് പാത്രമാക്കണം. നിഷേധത്തിന്റെ നിഷേധം എപ്പോഴും ധനാത്മകമായിരിക്കും. യുക്തിയെ യുക്തി കൊണ്ട് വിശകലനം ചെയ്ത് വിമർശിക്കുമ്പോൾ മാത്രമാണ് ഒരു വിമർശനം മഹാവിമർശനമാകുന്നത്. മെറ്റാ ക്രിറ്റിസിസം എന്ന് പറയുന്ന പുതിയ വേർഡ് മഹാവിമർശനമാവുന്നത് യുക്തിയെ യുക്തി കൊണ്ട് വിശകലനം ചെയ്ത് വിമർശിക്കുമ്പോഴാണ്. നമ്മുടെ യുക്തിയെ നമ്മുടെ യുക്തി കൊണ്ട് തന്നെ വിശകലനം ചെയ്യണം. എന്റെ യുക്തി, ഞാൻ ഈ പറയുന്ന കാര്യത്തിലെ യുക്തി എങ്ങനെയുണ്ടെന്ന് എന്റെ യുക്തി കൊണ്ട് തന്നെ വിശകലനം ചെയ്യുമ്പോൾ ഒരു നിഷേധത്തിന്റെ നിഷേധം വരും അവിടെ. ആ മഹാവിമർശനം നടക്കണം. പോസ്റ്റ് മോഡേൺ യുഗത്തിലെ മെറ്റാ ക്രിറ്റിസിസം എന്ന മഹാവിമർശനം ശങ്കരനടക്കം എന്റെ എല്ലാ പൂർവ്വസൂരികളും താന്താങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ ഉപയോഗിച്ചിരുന്നു എന്ന കണ്ടെത്തൽ എന്നെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ബോധിക്കൊരാധാരം വേണം എന്ന കാര്യത്തിൽ എംപെരിസിസ്റ്റുകൾക്കും റാഷണലിസ്റ്റുകൾക്കും തമ്മിൽ യാതൊരു അഭിപ്രായ ഭേദവുമില്ല. എംപെരിസിസ്റ്റുകൾ അതിനെ അനുഭവത്തിന്റെ ലളിതമായ ആശയത്തിലും റാഷണലിസ്റ്റുകൾ സ്വയം തെളിയിക്കുന്ന ആദ്യ തത്വങ്ങളിലും ആധാരമാക്കി. ശങ്കരനെയൊക്കെ പോലെ ഞാനും സ്വാനുഭൂതിയും യുക്തിപൂർവം സ്വയം പ്രകാശിപ്പിച്ചു തരുന്ന പ്രാഥമിക തത്വങ്ങളും ഒരുപോലെ സത്യത്തിന്റെ മൂലാധാരങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇടത്തും വലത്തും മസ്തിഷ്ക സരണികൾ പോലെ രണ്ട് അർദ്ധഗോളങ്ങളോടുകൂടിയ ഒരു ഭൂമണ്ഡലം പോലെ അവയെ ഒന്നായിട്ട് സമന്വയിച്ച് അദ്വയമായിട്ട് ഞാൻ കാണുന്നത് ഫിലോസഫിയുടെ മാത്രം തെളിവ് വെച്ചിട്ടല്ല, കവിതയുടെ മാത്രം തെളിവ് വെച്ചിട്ടല്ല, ഭാവനയുടെ മാത്രം തെളിവ് വെച്ചിട്ടല്ല. മെഡിസിൻ, ന്യൂറോളജി, ഖഗോളശാസ്ത്രം, കോസ്മോളജി, മോഡേൺ ആസ്ട്രോഫിസിക്സ് ഇതൊക്കെ തരുന്ന പഴയതും പുതിയതുമായ എല്ലാ തെളിവുകളും കൂടി വെച്ച് സമന്വയിച്ചാണ്. ഗണിതമാർഗം തന്നെ സമന്വയാത്മകമായ ഒരു മാർഗമാണ്. അത് സ്വയം പ്രകാശിപ്പിക്കുന്ന തത്വങ്ങളിൽ ആരംഭിക്കുന്നു. തന്റെ ലക്ഷ്യങ്ങളെയും വസ്തുക്കളെയും ഇൻട്യൂഷൻ അഥവാ ഭാവനയിൽ നിർമ്മിക്കുന്നു, സൃഷ്ടിക്കുന്നു. അതാണ് ഗണിതമാർഗത്തിന്റെ ഒരു പ്രത്യേകത. സമന്വയാത്മകമായ സ്വയം പ്രകാശിപ്പിക്കുന്ന തത്വങ്ങളിൽ ആരംഭിക്കുന്ന ഗണിതമാർഗം തന്റെ ലക്ഷ്യങ്ങളെയും തന്റെ വസ്തുക്കളെയും ഒക്കെ ഭാവന അല്ലെങ്കിൽ ഇൻട്യൂഷൻ, സപ്പോസ് എന്നുള്ളൊരു സപ്പോസ് വെച്ചിട്ടാണ് ആദ്യം നിർമ്മാണം തുടങ്ങുന്നത് തന്നെ. എക്സ് എന്നുള്ള ഒന്നിനെ ഭാവനയിൽ നിർമ്മിച്ച് സൃഷ്ടിച്ചിട്ട് അതിനാ എക്സിനെ കാണലാണ് ഗണിതമാർഗം, അല്ലെ? അപ്പൊ ആദ്യം ഭാവനയിൽ ഇൻട്യൂഷനിൽ തുടങ്ങിയിട്ടാണ് അത് ശാസ്ത്രമായിട്ട് സമന്വയിച്ചു പോകുന്നത്. ഇത് തന്നെയാണ് എല്ലാ വ്യക്തിയുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. തത്വചിന്താ മാർഗം അനലിറ്റിക്കലാണ്. അത് സാധാരണ സംഭാഷണങ്ങളിൽ നമ്മൾ ഉയർന്നു കേൾക്കാറുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് തുടങ്ങുന്നു. പക്ഷെ അവിടെ നിൽക്കുന്നില്ല. അത് സാധാരണ വ്യക്തികൾ പല അഭിപ്രായം പറയും, പക്ഷെ അവിടെ തന്നെ നിൽക്കില്ല ആ തത്വചിന്തയുടെ മാർഗം. അവിടെ നിന്ന് ഉയർന്ന് വളരെയധികം അനലിറ്റിക്കലായിട്ട് പ്രൊസീഡ് ചെയ്ത് ഒരു സാമാന്യമായ തത്വത്തിൽ, ജനറൽ ആയിട്ടുള്ളൊരു തത്വത്തിൽ എത്തിച്ചേരും. ഈ എല്ലാ മാർഗങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ തന്നെയാണ്. എല്ലാം എത്തിച്ചേരും തോറും, ലക്ഷ്യത്തോടടുക്കും തോറും ഈ മാർഗങ്ങളുടെ വ്യത്യാസം ഇല്ലാതെയായി അവയുടെ ദൂരം കുറഞ്ഞു വരും. കാരണം
ഒരു ബിന്ദുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ലക്ഷ്യം എന്ന് പറയുന്നത് ആ ബിന്ദുവാണ്, ഒരു കോൺസെൻട്രേറ്റഡ് പോയിന്റ് ആണ്. അതിലേക്ക് എത്തുന്തോറും ഈ എല്ലാ രശ്മികളും അടുത്തടുത്തടുത്ത് വന്ന് ദൂരമില്ലാതെ വന്ന് ആ ബിന്ദുവിൽ അവയെല്ലാം ഏകീകരിക്കുന്ന ഒരു അദ്വൈതമാണ് നമുക്ക് കാണാൻ കഴിയുക. അതാണ് അദ്വൈത ചിന്തയുടെ ഒരു രീതി.